തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ ദിവസം വോള്യം 1 9-ാം ഭാഗം, അതിൽ അധ്യായം 4, 5, 6 ആണ് കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചത്. ഈശ്വരൻ്റെ സാമീപ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളെ ഒരുക്കുന്നു എന്നതാണ് ആ ഭാഗത്ത് കണ്ടത്. അടുത്തത് 7-ാം അധ്യായത്തിലാണ്. ഈ 9-ാം ഭാഗത്തിൻ്റെ 7-ാം അധ്യായത്തിലാണ് ആധാർലാൽ സെൻ അധരൻ കടന്നു വരുന്നത്. അധരൻ ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട് ഈ 7-ാം അധ്യായത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ അധരനുമായിട്ട് സംസാരിക്കുന്നത്. അധരൻ ആദ്യമായി വരുന്നത് 1883 മാർച്ച് 8-നാണ്. 83 മാർച്ച് 8-നാണ് ആദ്യമായിട്ട് അധരൻ ഭഗവാനെ കാണാൻ വരുന്നത്. ഇന്ന് ഇപ്പോൾ കാണാൻ വരുമ്പോൾ അത് ഏപ്രിൽ 8 ആണ്. അതായത് 1 മാസം പിന്നിട്ടു. ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യം 1 മാസം. മാർച്ച് 8-നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇത്തവണ അത് ഏപ്രിൽ 8. അങ്ങനെ 1 മാസം. 1 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ വരവിൽ ഭഗവാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അധരനോട്. അപ്പോൾ അധരനോട് ഭഗവാൻ പറഞ്ഞത്, നീ ഒരു ഡെപ്യൂട്ടി മജിസ്ട്രേറ്റാണ്. അപ്പം ഈ സ്ഥാനവും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ മറക്കരുത്. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം നീ ധരിക്കണം, സകലരും ഒരേ വഴിക്കാണ് പോകേണ്ടത്. ഇവിടെ ഈ ജീവിതം എന്ന് പറയുന്നത് കഷ്ടിച്ച് 2 ദിവസത്തേക്കുള്ള ഒരു തങ്ങൽ മാത്രമാണ്. ഈ ലോകത്ത് ഒരു ജീവൻ്റെ കഷ്ടിച്ച് 2 ദിവസം തങ്ങുന്ന പോലെയേ ഉള്ളൂ. അത്രയും നിസ്സാരവൽക്കരിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. 2 ദിവസം ഒരിടത്ത് തങ്ങുന്ന പോലെയേ ഉള്ളൂ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്ത്. അത് കഴിഞ്ഞാൽ സകലരും ഒരേ വഴിക്കാണ് പോകേണ്ടത്, ഒരേ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ പറയാൻ കാരണം, സമ്പത്തിൻ്റെയോ പദവിയുടെയോ അനുസരിച്ചല്ല ഈ ലോകത്തുനിന്ന് ഓരോരുത്തരും പോകുന്നത്. ഓരോ ജീവനും ഈ ലോകം വിട്ടു പോകുന്നത് അയാൾ ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ അളവിനനുസരിച്ചോ അല്ലെങ്കിൽ അയാൾ നേടിയ പദവിയുടെ അനുസരിച്ചോ ഒന്നുമല്ല. പോക്കെല്ലാവരും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. അപ്പോൾ ഈ ലോകത്ത് നമ്മുടെ നിലനിൽപ്പ് എന്നത് ഭഗവാൻ സൂചിപ്പിച്ചത് 2 നാളേക്ക് എന്ന് ചിന്തിച്ചാൽ മതി. അത്രയും നിസ്സാരമാണ് ഈ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. പോകുന്നതാകട്ടെ എല്ലാവരും ഒരുപോലെയുമാണ്, ആർക്കും ഒരു വ്യത്യാസവും. അത് നമ്മുടെ ഈ നമുക്ക് ചുറ്റുപാടും അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് നോക്കുമ്പോൾ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്കിത് മനസ്സിലാവും, എല്ലാവരുടെയും ഒരുപോലെയാണെന്ന്. ഉദാഹരണത്തിന് കുറേ കാലം മുമ്പ് മരണപ്പെട്ടു പോയാണ് ബ്രിട്ടാനിയ
ബിസ്ക്കറ്റ് കമ്പനിയുടെ ഉടമയായ രാജൻ പിള്ള, കൊല്ലം സ്വദേശിയാണ്, മലയാളിയാണ്, ബ്രിട്ടാനിയയുടെ ഉടമയാണ്, അതിസമ്പന്നനാണ്. സിംഗപ്പൂരിലൊക്കെ വലിയ ഫാക്ടറിയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി. അന്നത്തെ കാലത്ത് ഇത് വളരെ വളരെ പിന്നോട്ട് പോകണം, ഏതാണ്ട് ഒരു 10, 12, 15 വർഷം മുമ്പുള്ള സംഭവമാണ്. ആ രാജൻ പിള്ള ലോകത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ ഒരാളാണ്. അത്രയും സമ്പത്താണ്. അന്നത്തെ ദിവസങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലുമൊക്കെ വന്ന വാർത്തകൾ നമുക്കറിയാം. ഈ രാജൻ പിള്ള മരിക്കുന്നത് തിഹാർ ജയിലിൽ കിടന്നാണ്. എന്നാൽ അയാളെ സംബന്ധിച്ച് അയാൾ അത്രമാത്രം ഒരു ജയിലിൽ പിടിച്ചിടേണ്ട തരത്തിലുള്ള കുറ്റങ്ങളൊന്നും അയാൾ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്നാൽ അയാൾ ആ ജയിലിൽ കിടക്കുകയും പെട്ടെന്ന് അയാൾക്ക് ആ ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ ഒരു അസ്വസ്ഥത മൂലം അയാൾ അവിടെ ആ ജയിൽ വാർഡനായി ഇരുന്ന, അല്ലെങ്കിൽ അവിടെ കാവലിരുന്ന പോലീസുകാരനോട്, പോലീസുകാരനോട് പറഞ്ഞത്, ഇതൊക്കെ പത്രവാർത്തകളായിട്ട് വന്നതാണ് അക്കാലത്ത്. അയാളോട് പറഞ്ഞത് ഒരു ജലൂസിലിൻ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. കാര്യം ആ സമയത്ത് അത്രയും സഫോക്കേഷൻ ഉണ്ടാവുകയും അയാൾക്ക് വല്ലാതെ വിമിഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ജയിൽ കാവൽക്കാരനോട് പറഞ്ഞത്, എനിക്കൊരു ജലൂസിലിൻ തരണം എന്ന് പറഞ്ഞു. നമുക്ക് ഒരു ജലൂസിൽ, അന്നത്തെ കാലത്ത് അതിന് 50 പൈസ പോലും വിലയില്ല. 50 പൈസയുടെ ഞങ്ങൾ കഷ്ടിച്ച് വിലയുള്ളതാണ് ഒരു ജലൂസിന്. ഈ ഗ്യാസൊക്കെ വരുമ്പോൾ സാധാരണ കഴിക്കുന്ന ഗുളികയാണ്. ഈ 50 പൈസയുടെ ഒരു ഗുളിക വാങ്ങിച്ച് കിട്ടാൻ അയാൾക്ക് സാധ്യതയില്ലായിരുന്നു. നമുക്ക് ഒരു വലിയ സമ്പന്നൻ, വലിയ ചുറ്റുപാടുകളിൽ ജീവിച്ച ആൾ, അതെല്ലാം നിലനിൽക്കുന്നു. അയാളുടെ സമ്പത്തും സമ്പന്നതയും എല്ലാം നിൽക്കെ തന്നെ 50 പൈസ പോലും വിലയില്ലാത്ത ജലൂസിലിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗുളിക മേടിച്ച് കഴിക്കാനുള്ള സാഹചര്യം അയാൾക്കില്ലാതെ പോയി. അതാണ് പറയുന്നത്. അതാണ് അയാളുടെ മരണത്തിന് തൊട്ട് മുമ്പുണ്ടായ സംഭവം. നോക്കൂ, അപ്പോൾ ഈ സമ്പത്തൊക്കെ എവിടെ പോയി? അയാൾക്കുണ്ടായിരുന്ന രാഷ്ട്രീയ തലത്തിലുണ്ടായ അന്നത്തെ പിടിപാടുകളും അയാളുടെ ആ പ്രൗഢിയുമൊക്കെ എവിടെ പോയി? ഇതൊന്നും അയാളെ തുണയ്ക്കെത്തിയില്ല. അപ്പം മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നതിന്, അതൊരിക്കലും നമ്മുടെ പദവിയോ പണമോ സമ്പത്തോ അറിവോ കഴിവോ ഒന്നും വെച്ചിട്ട് ഉള്ള മാനദണ്ഡമല്ല മരണത്തിൻ്റെ മുന്നിൽ ഉള്ളത്. നമുക്ക് മറ്റൊരു നല്ല ഉദാഹരണം അറിയാം. ഇന്ദിരാഗാന്ധി. നമുക്ക് ഇന്ത്യയുടെ ഭരണാധികാരിയായിരുന്ന അതിശക്തയായ ഒരു ഭരണാധികാരി, കുടുംബപരമായി തന്നെ ഇന്ത്യയുടെ ആധിപത്യം കയ്യാളിയിരുന്ന ഒരു കുടുംബം, അത്ര പവർഫുൾ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ഭരണാധികാരികളുടെ കണക്കെടുത്താൽ ഏറ്റവും പവർഫുൾ ആയവരിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ അല്ലെങ്കിൽ അതിന് ഭീഷണി ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള എല്ലാ കവചങ്ങളും ചുറ്റുമൊരുക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അവരുടെ ചുറ്റുപാടും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ദേഹത്തേക്ക് ഒരു പിടി മണ്ണ് പോലും വാരിയിടാൻ പറ്റില്ല. അത്രമാത്രം സുരക്ഷിതത്വത്തോടുകൂള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് അവർക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. അവരുടെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അവരെ ആക്രമിക്കാൻ കഴിയുമെന്ന്. പക്ഷെ സംഭവിച്ചത് എന്താണ്? അത് നോക്കുമ്പോൾ നമ്മൾ ഭാഗവതത്തിൽ പരീക്ഷത്തിൻ്റെ കഥയാണ് ഓർമ്മ വരിക. പരീക്ഷത്തിന് ശാപം കിട്ടി, തക്ഷകൻ്റെ ദംശനമേൽക്കുമെന്ന്. പരീക്ഷത്ത് ചെയ്തതെന്താണ്? അതനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. കാര്യം തക്ഷകൻ തന്നെ വന്ന് ദംശിക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പരീക്ഷത്ത് ഒരുക്കി. ഒടുവിൽ മാന്ത്രികൻ കൂടിയായ കശ്യപ മഹർഷിയെയും കൂടെ വരുത്തുകയാണ്. ഇപ്പം കശ്യപ മഹർഷിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റില്ല. തക്ഷകനെന്നല്ല, ആർക്കും എത്താൻ പറ്റില്ല. അത്രമാത്രം ശക്തനാണ് കശ്യപ മഹർഷി. ഈ കശ്യപ മഹർഷി പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ തക്ഷകനുമായി കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ തക്ഷകൻ ഒരു വാഗ്വാദം നടത്തുന്നുണ്ട് ആ പോണ വഴിക്ക്. അപ്പോൾ തക്ഷകൻ കശ്യപ മഹർഷിയോട് പറഞ്ഞതാണ്,
എൻ്റെ ദംശനമേറ്റാൽ പൊടി പോലും കിട്ടില്ല പിന്നീട് എന്ന് പറഞ്ഞ് അതൊന്ന് അപ്പോൾ പരസ്പരം ഒന്ന് എന്നാൽ എന്നെ എങ്ങനെ നിങ്ങൾക്ക് തടയാൻ പറ്റും? അതാണ് തക്ഷകൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എന്നെ എങ്ങനെ തടയാൻ പറ്റും എൻ്റെ ആ ആക്രമത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എന്നെ തടയാൻ പറ്റും എന്ന് പറഞ്ഞ് കശ്യപ മഹർഷിയോടൊരു പരീക്ഷണത്തിന് ഏർപ്പെടുകയാണ് തക്ഷകൻ. ഇപ്പോൾ ഒരു മരം, വലിയൊരു വടവൃക്ഷം നിൽക്കുന്നു. ആ വടവൃക്ഷത്തെ തക്ഷകൻ ദംശിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ആ വടവൃക്ഷം കരിക്കട്ട പോലെ ആയിപ്പോയി. ഉടൻ തന്നെ കശ്യപ മഹർഷി കമണ്ഡലിൽ നിന്ന് ജലമെടുത്ത് അതിൽ തളിക്കുന്നു. അത് പഴയ നിലയിലേക്ക് വരുന്നു. ആ വടവൃക്ഷം പഴയ നിലയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ തക്ഷകൻ മറുത്തൊന്നും പറഞ്ഞില്ല. കശ്യപ മഹർഷിയുടെ ആ ശക്തിയിൽ തക്ഷകൻ എതിർത്തൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കശ്യപ മഹർഷിയുമായിട്ട് ഒരു നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് അവിടെ വെച്ച് വേർപിരിയുന്നത് തക്ഷകൻ. എന്നിട്ട് കശ്യപ മഹർഷി നേരെ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തക്ഷകന് മനസ്സിലായി കശ്യപ മഹർഷി അവിടെ ഉള്ളിടത്തോളം കാലം തനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഉടൻ തക്ഷകൻ മറ്റ് നാഗലോകത്തു നിന്നുള്ള മറ്റുള്ള അനുയായികളെ മുഴുവൻ വരുത്തി അവരെയെല്ലാം ഒരു സന്യാസ വേഷം ധരിപ്പിച്ച് അവരുടെയൊക്കെ കയ്യിൽ ധാരാളം ഫലമൂലാദികൾ കൊടുത്ത് അതിനകത്ത് ഒരു വലിയ പഴത്തിനുള്ളിൽ കയറി കൂടിയിരുന്ന് ഈ സന്യാസി വേഷം കെട്ടിയ ആളുകളെല്ലാം കൂടെ പരീക്ഷത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. ഉടൻ കാവൽക്കാർ തടയുന്നു. ഇല്ല, അതല്ല, ഞങ്ങൾ സന്യാസിമാർ പരീക്ഷത്തിനെ കാണാൻ വേണ്ടി വന്ന ഇന്ന കാരണം, അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റിവിടുക. നോക്കിയത് ആ 7 ദിവസം ആ തക്ഷകൻ ദംശിക്കുമെന്ന് പറയുന്ന ആ ദിവസത്തിൻ്റെ അവസാന ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഈ ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ആ തക്ഷകൻ ദംശിക്കും എന്ന് പറഞ്ഞ ആ ശാപത്തിൽ നിന്ന് പരീക്ഷിത്ത് സ്വാഭാവികമായി മോചിക്കപ്പെടും. അപ്പം അത്രയും ദിവസം സുരക്ഷിതനായിട്ട് തന്നെയാണ് പരീക്ഷത്ത് ഇരിക്കുന്നത്. അത്രയും സുരക്ഷയിൽ ജീവിച്ച അല്ലെങ്കിൽ ഇരുന്ന പരീക്ഷത്ത് ഒടുവിൽ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ സമയം തീരാറായി എന്നറിഞ്ഞപ്പോൾ ഈ സന്യാസിമാർ കൊണ്ടുവന്ന് വെച്ച ഫലമൂലാദികളൊക്കെ സ്വീകരിച്ചു. അതൊക്കെ അവിടെ വെച്ചു. അവരെല്ലാം മടങ്ങിപ്പോയി. അപ്പോൾ ഇനി തൻ്റെ സമയം പൂർത്തിയായി, ആ ശാപത്തിൻ്റെ സന്ദർഭം, ആ സമയം പൂർത്തിയായി എന്നറിഞ്ഞപ്പോൾ പരീക്ഷത്തിന് ഇനി കുഴപ്പമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ്. എങ്കിലും പരീക്ഷത്ത് ആ സമയം തീരാറായപ്പോഴാണ് അതിലേറ്റവും വലിയ പഴം എടുത്ത് മുറിച്ചു നോക്കുന്നത്. അപ്പോഴാണ് അതിനകത്തൊരു പുഴു ഇരിക്കുന്നത്. അപ്പോൾ പരീക്ഷത്ത് തന്നെ പറയുകയാണ്, എന്തായാലും ആ മഹർഷിയുടെ ശാപം നിഷ്ഫലമായി പോകണ്ട, അതിന് പകരം ഈ പുഴു കടിച്ചതായിട്ട് ആയിക്കോട്ടെ, അങ്ങനെ ആ ശാപത്തിനൊരു ഫലമുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞൊരു പരിഹാസ രൂപേണയാണ് ഈ പുഴുവിനെ എടുത്ത് കഴുത്തിൽ വയ്ക്കുന്നത്. ആ പുഴുവിനെ കഴുത്തിൽ വെച്ചതോടുകൂടി ആ പുഴു ഘോരരൂപം പ്രാപിക്കുകയും തക്ഷകനാകുകയും പരീക്ഷത്തിനെ ദംശിക്കുകയും ചെയ്തു. പരീക്ഷത്ത് പിന്നീട് 7 ദിവസം നമുക്കറിയാവുന്ന ആ കഥ ഭാഗവതം കേൾക്കാനായിട്ട് ശുഗമഹർഷിയുടെ അടുത്ത് ഭാഗവതം കേട്ട് ആ ജന്മപുണ്യം നേടുക എന്നുള്ള അവസാന ഘട്ടത്തിലേക്ക് പരീക്ഷിത്ത് പോകുന്നതാണ് ഭാഗവതത്തിൻ്റെ കഥ. നമുക്ക് ഇവിടെയും എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തിയാലും പരീക്ഷത്തിന് രക്ഷപ്പെടാൻ മാർഗമില്ല. കാരണം ആ നിയോഗത്തിൽ നിന്ന് ഒരിക്കലും, മരണമെന്ന നിയോഗത്തിൽ നിന്ന് ഒരു കാരണവശാലും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുതന്നെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലും പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാര്യത്തിലും എല്ലാം സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ജീവിച്ചവരാണ് ഇവരൊക്കെ. അപ്പം ഇതാണ് ഒരിക്കൽ പോലും ഈ മരണം എന്ന് പറയുന്ന ഒരു ഘടനയിൽ നിന്ന് നമുക്ക് മോചിതരല്ല നമ്മൾ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അധരനോടിത് പറയുന്നതിന് കാരണം, അധരൻ ഇനി 1.5 വർഷം കൂടെ കഴിയുമ്പോഴേക്കും മരിക്കാനുള്ളതാണ്. ഇനി 1.5 വർഷം കൂടെ ഉള്ളൂ അധരന് ആയുസ്. ഇത് ഭഗവാൻ മുൻകൂട്ടി അറിയുന്നതാണ്. പക്ഷേ അതിന് വരാൻ പോകുന്ന ആ 1.5 വർഷത്തിനകം വരാൻ പോകുന്ന ആ അനിവാര്യമായ മരണത്തെ, അതിനെ എങ്ങനെയാണ് ഈശ്വരോന്മുഖമായി തിരിച്ച് ആ ജീവന് പുണ്യം നേടാൻ കഴിയുക എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്.
അധരൻ ആ തരത്തിൽ ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നില്ല. സ്വാഭാവികമായ അത്രയും ഈശ്വരോന്മുഖമായ ഒരു ജീവിത ശൈലി സ്വീകരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ഭഗവാന്റെ അടുത്ത് വരുന്നത് വരെ. വരുമ്പോൾ പോലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് സംബന്ധിച്ച് ചോദ്യോത്തരങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഭഗവാൻ അധരനോടൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിരുന്നു, ഒരു കാരണവശാലും കുതിരപ്പുറത്ത് കയറരുത് എന്ന്. നമുക്ക് ഭഗവാൻ വളരെ മുന്നിട്ട് തന്നെ ഈ മുന്നറിയിപ്പ് അധരന് കൊടുത്തതാണ്. അതാണ് പറഞ്ഞത്, എന്തെല്ലാം മുൻകൂട്ടി ഈശ്വരൻ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈശ്വരൻ തന്നെ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുക, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ, രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഈശ്വരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, യാതൊരു കാരണവശാലും കുതിരസവാരി ചെയ്യരുത് എന്ന്. പക്ഷേ ആ നിയോഗത്തെ ഒരിക്കലും തടയാൻ പറ്റില്ല. അതുകൊണ്ട് അധരൻ എന്തു പറ്റി? അധരൻ ഒരു കുതിരസവാരിക്കിടയിൽ വീണ് മാരകമായി പരിക്കേൽക്കുകയും കഷ്ടിച്ച് ഒരാഴ്ച കിടപ്പിലാവുകയും ചെയ്തു. അങ്ങനെയാണ് അധരൻ മരിക്കുന്നത്. അപ്പോൾ അധരനോട് ഭഗവാൻ ഭഗവാന്റെ അടുത്ത് വന്നത് മുതൽ ആ ചുരുങ്ങിയ കാലയളവ്, കാര്യം കഷ്ടിച്ച് 1.5 വർഷമേ ഭഗവാന്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ അവസാന കാലത്താണ് ഏതാണ്ട് ഒരു 6 മാസം മാത്രമാണ് നിരന്തരം വന്നത്. അതിനു മുമ്പ് ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നൊരു രീതിയായിരുന്നു. ഭഗവാൻ ഈ അല്പായുസിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ അധരൻ്റെ വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അധരൻ ഭഗവാൻ വരുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിൽ ഭഗവാന്റെ ആ വരവിനെ സ്വീകരിക്കാൻ വേണ്ടി മുറി വരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ദീർഘകാലം കുറച്ച് വലിയ ഗ്യാപ്പ് വന്നു. കൽക്കട്ടയിൽ പോയെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ അധരൻ്റെ വീട്ടിൽ പോകാതിരുന്നു കുറച്ച് നാൾ. അത് പല സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് സത്സംഗങ്ങളുടെ തിരക്കുമൊക്കെ ആയിരിക്കാം, അല്ലാതെ മനഃപൂർവ്വം ഒന്നും പോകാതിരുന്നതല്ല. പക്ഷെ വളരെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു വലിയ ഗ്യാപ്പ് വന്നു അധരൻ്റെ വീട്ടിൽ ചെല്ലാൻ. അതിന് ശേഷമാണ് ഒരു ദിവസം അധരൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ ചെല്ലുന്നത്. അപ്പോൾ ഭഗവാൻ ചെന്നപ്പോൾ ആ മുറി മുഴുവനും അടച്ചിട്ടിട്ട് തുറക്കാത്തതിൻ്റെ പേരിൽ ആ മുറി തുറക്കാത്തൊരു മുറിയുടെ അവസ്ഥ ഭഗവാൻ കണ്ടിട്ട് അതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ അധരാൻ പറഞ്ഞത്, അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്നൊരു മുറിയാണിത്, ഇവിടെ അങ്ങ് വരാതിരുന്നാൽ പിന്നെ ഞാനിത് തുറക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അപ്പം അതുപോലെയാണ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഒരു ഭക്തൻ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ എപ്പോഴും ഒരുക്കി വച്ചിരിക്കുന്നത്. ഭഗവാന് വേണ്ടിയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അല്പായുസായ ഒരാളാണ്, അയാൾ അതറിയണമെന്നില്ല. എങ്കിലും അയാൾ ഈശ്വരൻ തൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എത്രമാത്രമാണ്. ഇതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പരിസരം, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ, നമ്മുടെ വീട് എങ്ങനെയാണ് ഈശ്വരന് വേണ്ടി ഒരുക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈശ്വരന് വേണ്ടി നമ്മുടെ വീട് എപ്പോഴും ഒരുക്കിയിരിക്കുകയാണ്, ഒരുക്കി വെക്കുക. ഈശ്വരൻ നമ്മോട് സദാസമയം എല്ലായിടത്തും ഈശ്വര ചൈതന്യമുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ഒരു സജീവ സാന്നിധ്യം ഈശ്വരൻ്റേത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. അങ്ങനെയുണ്ടല്ലോ, ഒരു സജീവ സാന്നിധ്യം എന്നുള്ളത് മറ്റൊരു ഘടനയാണ്. എപ്പോഴും ഈശ്വര സാന്നിധ്യം, ആ ചൈതന്യമുണ്ട്, എങ്കിലും സജീവമായൊരു സാന്നിധ്യം. അപ്പോൾ ആ ഒരു സജീവ സാന്നിധ്യം എങ്ങനെ നമ്മളിപ്പോൾ അഷ്ടമിരോഹിണിയുടെ ദിവസം അരിമാവ് കൊണ്ട് കാൽപാദങ്ങൾ, നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ വീടിനകത്തേക്ക് കാൽപാദങ്ങൾ വരയ്ക്കും. ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യത്തെയാണ് ആ കാൽപാദങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ ആ അഷ്ടമിരോഹിണി നാളിൽ എൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വരും. ആ ഉണ്ണികൃഷ്ണൻ വന്ന കാൽപാദങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ അതേക്കുറിച്ച് രസകരമായ കഥ പറയുന്നത് വെച്ചാൽ, ഈ കാൽപാദങ്ങൾ ഭംഗിയായി വരച്ച ഈ കാൽപാദങ്ങളിൽ അതിൽ കാൽ വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നടന്നു വരിക എന്നാണ്. അരിമാവ് കൊണ്ട് വരച്ച ഈ കാൽപാദങ്ങളിൽ തൻ്റെ കാലടികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ചാണ് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരിക അന്നേ ദിവസം. ആ സങ്കല്പത്തിലാണ് നമ്മൾ നമ്മുടെ വീടിനെ അലങ്കരിക്കുകയും ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് അഷ്ടമിരോഹിണി നാളിൽ. അപ്പോൾ നമ്മൾ ഭഗവാനെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി സദാ ഒരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതാണ് ഇവിടെ അധരൻ വീട്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ വരുമ്പോൾ മാത്രം ഇരിക്കാനുള്ളൊരു മുറിയാണത്. ആ മുറി മറ്റൊരിക്കൽ പോലും തുറക്കപ്പെടുന്നില്ല.
അപ്പം അതാണ് അവിടെ ഭഗവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അധരൻ ഭഗവാനുമായിട്ടുള്ള സഖ്യത്തിൻ്റെ ഒരു വലിയ ഘടനയാണത്. അപ്പോൾ ആ അധരനോടാണ് ഭഗവാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അതായത് അധരനെ ഈ ജീവിതത്തിൻ്റെ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ നൈമിഷികതയെക്കുറിച്ച് കുറേശ്ശെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഭഗവാൻ പല സന്ദർഭങ്ങളിലായിട്ട്. ഇവിടെ തന്നെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ധരിക്കേണ്ടത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, അധരനോട് പറഞ്ഞു കൊടുത്തത്, നാട്ടിൻപുറത്ത് സ്വന്തമായി വീടുള്ള ഒരാൾ കൽക്കട്ട നഗരത്തിൽ ജോലിക്ക് വരുന്നത് പോലെയെന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൽക്കട്ട നഗരത്തിൽ ജോലിക്ക് വരുമ്പോൾ ആ കൽക്കട്ട നഗരത്തിലെ ജോലി എടുക്കുന്നതിന് വേണ്ടി തൽക്കാലം നമ്മൾ നഗരത്തിൽ തങ്ങുന്നു. അത് കഴിഞ്ഞാലോ ആ ജോലിയുടെ സമയം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് തന്നെ മടങ്ങും. അപ്പോൾ അത്രയും ഉള്ളൂ ജീവിതം, അത്രയും ചെറുതാണ് ജീവിതം. ഒരു ജീവിതത്തെ അത്ര ചെറുതായി സങ്കല്പിച്ചാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് അധരന് വേണ്ടി ഉള്ള പാഠങ്ങളാണിത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു കർമ്മഭൂമിയാണ്. ഈ ലോകത്തെ നമ്മൾ കർമ്മഭൂമിയായിട്ട് കാണണം. ഈ ലോകത്ത് നമ്മൾ കുറച്ച് കർമ്മം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈശ്വര സാക്ഷാത്കാരം ആണ് നമ്മുടെ ലക്ഷ്യം എങ്കിലും ഈ ലോകത്ത് നമ്മൾ കുറച്ച് കർമ്മം ചെയ്യേണ്ടത് ആവശ്യമാണ്. നാട്ടിൻപുറത്തെ വീട്ടിലെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൽക്കട്ട നഗരത്തിൽ വന്ന് കുറച്ച് ജോലി ചെയ്തേ പറ്റൂ. അതാ കൃത്യസമയത്ത് രാവിലെ വരികയും ജോലി സ്ഥലത്തെത്തുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അത് അങ്ങനെ കുറച്ച് കർമ്മം നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് കഴിയുമ്പോൾ വേഗം, അതായത് ഈ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കരുതി വളരെ സാമട്ടിൽ ഇരിക്കരുത്. കഴിയും വേഗം തൻ്റെ ജോലി തീർക്കണം. എന്നിട്ട് ആ ജോലി തീർത്തിട്ട് ബാക്കി പെട്ടെന്ന് തന്നെ ഭഗവത് സ്മരണയിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ചെറിയ ഒരു കാലയളവ് ഈ ജന്മം ഈ ലോകത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ജോലിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളിൽ നിക്ഷിപ്തമാണ് ആ കർമ്മം. ആ കർമ്മം നിങ്ങൾ എത്രയും വേഗം തീർക്കുന്നുവോ അത്രയും വേഗം തീർത്തിട്ട് ബാക്കി അനുവദിക്കപ്പെട്ട ജീവിത കാലയളവിൽ ഇനി അനുവദിക്കപ്പെട്ട സമയത്തെ പരമാവധി ഈശ്വരോന്മുഖമായി തിരിക്കണം ആ ജീവിതത്തെ. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അധരനോട്. അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൻ ജോലി ചെയ്യുന്നൊരു ഉദാഹരണമാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. സ്വർണ്ണപ്പണിക്കാരൻ ജോലി ചെയ്യുന്നത് കാരണം സ്വർണ്ണപ്പണിക്കാരൻ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് സ്വർണം ഉരുക്കണം ആദ്യം. അപ്പം അതിനു വേണ്ടി എന്ത് വേണം? നെരിപ്പോട് വേണം. ആ കനൽ ഇട്ട നെരിപ്പോട് ആവശ്യമാണ്. പിന്നെ ഉല വേണം, പിന്നെ വിശറി വേണം, ഊതുന്ന കുഴൽ വേണം. ഇങ്ങനെയുള്ള ഉപകരണങ്ങളും എല്ലാം ചേർത്ത് അയാളുടെ ആല സജ്ജമാക്കണം. അതാണ് അയാളുടെ കർമ്മമേഖല. ആ കർമ്മമേഖലയിൽ അയാൾ സ്വർണം പണിയുന്നതിന് വേണ്ടിയുള്ള സ്വർണം ഉരുക്കുമ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വർണം ഉരുക്കിക്കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിലെല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ അയാൾക്ക് വേണമെങ്കിൽ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്നിട്ട് പറയാം, പുക വലിക്കാനുള്ളതെല്ലാം ഒരുക്കുക എന്നാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ബംഗാളികളുടെ ഏറ്റവും വലിയ ഒരു ആസ്വാദന ശീലത്തിൽപ്പെട്ടതാണ് ഈ പുകവലിക്കുക എന്നുള്ളത്. ഭഗവാൻ അത് ഈ വചനാമൃതത്തിൽ ഉടനീളം പറയുന്നുണ്ട്. കാര്യം ക്ഷീണിക്കുന്ന എല്ലാ ജോലിയും ചെയ്തിട്ട് പെട്ടെന്ന് ആ ക്ഷീണം തീർക്കുന്നത് പുകവലിക്കാനുള്ള, അതായത് ഹുക്ക ഒരുക്കുകയോ അല്ലെങ്കിൽ അതേപോലെ പുകവലിക്കാനുള്ളതെല്ലാം ഒരുക്കുക. ഇതാണ് ബംഗാളികളെ സംബന്ധിച്ച് ക്ഷീണം തീർക്കുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായ പ്രവൃത്തിയായിട്ട് ബംഗാളികൾ കൊണ്ട് നടക്കുന്നത്. അത് ബംഗാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുമ്പും നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ പുകവലിയെക്കുറിച്ച്. അതൊരു നല്ല ശീലം എന്നുള്ള അർത്ഥത്തിലല്ല, ബംഗാളികളുടെ ഒരു രീതി അതാണ്. മുമ്പും ഭഗവാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാടത്ത് ജലമെത്തിക്കാൻ, വരണ്ടുപോയി പാടം, അപ്പോൾ അവിടത്തേക്ക് ജലമെത്തിക്കണം, തോട് വഴി ജലമെത്തിക്കണം. അപ്പോൾ 2 കൃഷിക്കാർ തോട് വെട്ടാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ദൂരെയുള്ള നദിയിൽ നിന്ന് തോട് വെട്ടി ആ തോട് മാർഗം നദിയിലെ ജലം ഈ പാടത്ത് കൊണ്ടുവരണം. അപ്പോൾ രാവിലെ ജോലി തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ ഒരാളുടെ ഭാര്യ വന്നിട്ട്
ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് തന്നിട്ട് പറഞ്ഞു, ഇത്രയും ക്ഷീണിച്ചില്ലേ, ഇന്ന് മുഴുവൻ കിടന്ന് രാവിലെ മുതൽ തുടങ്ങിയ പണിയല്ലേ, ക്ഷീണിച്ചതല്ലേ, ഇനി എന്നാൽ ഇന്ന് പണി നിർത്ത്, നമുക്ക് നാളെ വന്ന് വീണ്ടും തുടരാം, അതുകൊണ്ട് ഇന്ന് പണി നിർത്തി വീട്ടിൽ വാ, വിശ്രമിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ആ കൃഷിക്കാരൻ തൂമ്പയൊക്കെ താഴെ വെച്ച് കാലും മുഖമൊക്കെ കഴുകി നേരെ ഭാര്യ പറഞ്ഞ് ആ ആഹാരവും കഴിച്ച് നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി. എന്നാൽ രണ്ടാമത്തെ കൃഷിക്കാരൻ്റെ അടുത്ത് ഭാര്യ വന്ന് ഇതേ വാക്ക് പറഞ്ഞു, ഇന്ന് ക്ഷീണമല്ലേ, ഇനി നമുക്ക് നാളെ തുടരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, എനിക്കെത്രയും വേഗം പണി പൂർത്തിയാക്കി ഈ ജലം ഈ പാടത്തെത്തിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ അയാൾ വൈകുവോളം പണിയെടുത്ത് ആ ജലം മുഴുവനും നദിയിൽ നിന്ന് ആ തോട് വഴി ജലം അയാളുടെ പാടത്തേക്ക് എത്തുന്നത് കണ്ടതിന് ശേഷം മാത്രമേ അയാൾ വിശ്രമിക്കാനായി പോയിരുന്നുള്ളൂ. എന്നിട്ട് അയാൾ ഭാര്യയോട് പറഞ്ഞു, ഇനി പുകവലിക്കാനുള്ളതെല്ലാം തയ്യാറാക്കി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് അയാൾ പുകവലിക്കാനുള്ളതെല്ലാം തയ്യാറാക്കി അയാൾ ആശ്വാസകരമായി പുകവലിക്കുകയാണ്. അപ്പം ഇതാണ് ഭഗവാൻ പറഞ്ഞ കുറച്ച് വേലയുണ്ട്, പക്ഷെ ആ വേല എത്രയും വേഗം തീർത്ത ശേഷം നമ്മൾ ഇവിടെ ആശ്വസിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ആ വിശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത് ഈശ്വര സ്മരണയോടുകൂടിയുള്ള ആ ബാക്കി സമയം സമ്പൂർണമായി ഈശ്വര സമർപ്പിതമായ ഈശ്വര സ്മരണയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് അധരനോടും ഭഗവാൻ പറയുന്നത്. എത്രയും വേഗം പണിയെല്ലാം തീർത്തിട്ട് ഈശ്വരോന്മുഖമായ ജീവിതം നയിക്കാൻ അധരനെ പ്രേരിപ്പിക്കുകയാണ്. കാരണം ഇനി എണ്ണപ്പെടുന്ന ദിവസങ്ങളെ അധരനെ സംബന്ധിച്ച് ഉള്ളൂ. അപ്പോൾ ഇതാണ് ലോകത്ത് കർമ്മം ചെയ്യുന്ന രീതി. നമ്മുടെ ജോലി പൂർണ്ണമായി തീർത്താൽ പിന്നെ നമുക്ക് ഭജനം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ഈശ്വര കാര്യങ്ങളുടെ ഇതിലേക്ക് പോകാം. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ചും അത് കഴിഞ്ഞാൽ വരുന്ന ഈശ്വരോന്മുഖമായ ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈ കുറച്ച് നാളത്തേക്ക് കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഈ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈശ്വരൻ്റെ നാമം മനസ്സിൽ ഉറപ്പിക്കണം. അതാണ് വലിയൊരു ശ്രമകരമായ പണി. കാര്യം വിശ്രമിക്കാൻ ഉള്ള സന്ദർഭം, ഈ ജോലി പെട്ടെന്ന് തീർത്തിട്ട് വിശ്രമിക്കാനാണ്. ഈ വിശ്രമം എന്ന് പറഞ്ഞാൽ ഈശ്വരോന്മുഖമായ ആ ജീവിതം എന്നാണ് അർത്ഥം. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആലോചിച്ചാൽ പോരാ. ഈ കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ മനസ്സിൽ ഉറപ്പിക്കണം, ഈ ജോലി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ഈശ്വര നാമം അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായ ഒരു സാധന ജീവിതത്തിലേക്ക് എനിക്ക് പോകണം എന്ന് ജോലി തുടങ്ങുമ്പോഴേ നിശ്ചയിക്കണം. ജോലി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ജോലി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഉറപ്പിക്കണം. അതെങ്ങനെയാണ് ഉറപ്പിക്കുക? അതായത് നാമബീജം ഉള്ളിൽ നട്ട് നനച്ചു തുടങ്ങണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. നാമബീജം, അതാണ് ഭഗവാൻ പറഞ്ഞ വാക്ക്. നാമബീജം നമ്മൾ ഉള്ളിൽ ആദ്യമേ നട്ട് നനച്ചു വെക്കണം. ഈ കർമ്മം കഴിയുമ്പോഴേക്കും ആ നാമബീജം വളർന്ന് കഴിഞ്ഞിരിക്കും. അതൊരു മഹാവൃക്ഷമായി ഉള്ളിൽ നിറഞ്ഞ് കാഫലം തന്നു തുടങ്ങാൻ പാകമാകും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, ആ ഫലം നമ്മെ പരിപാലിച്ചോളും. അതാണ് കാര്യം. ഈ കുറച്ച് സമയം ജീവിതത്തിൽ കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന ഓരോ ജീവനും ഓരോ മനുഷ്യനും നാമബീജത്തെ ഉള്ളിൽ നട്ട് നനച്ചു വളർത്തിക്കൊണ്ടേയിരിക്കണം. അത് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എങ്കിൽ മാത്രമേ ഈ നാമബീജം വളർന്ന് വൃക്ഷമായി തീർന്ന് ആ കർമ്മം തീരുമ്പോൾ ഈ നാമബീജം വളർന്ന് വൃക്ഷമായി അതിൻ്റെ ഫലം തന്നു തുടങ്ങും. ആ ഫലം നമുക്ക് സ്വീകരിച്ച് സന്തോഷമായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അതുമാത്രമാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആണ് പറഞ്ഞത് ഈ നാമബീജം ആദ്യമേ നട്ട് നനച്ചു വളർത്തണം. താപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നൊരു തണലായിട്ടാണ് പിന്നീട് ഇത് മാറുന്നത്. ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അറിയില്ല. ഈ കർമ്മം ചെയ്ത് കഴിയുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ ജീവിതത്തിൻ്റെ താപങ്ങളെല്ലാം ഏറ്റു തുടങ്ങുന്നത്. അന്ന് നമുക്ക് തണൽ വിരിക്കേണ്ടത് ഈ നാമബീജം വളർന്ന വൃക്ഷമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഒരു മരത്തിൻ്റെ ഒരു മഹാവൃക്ഷത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ലഭിക്കാൻ തുടങ്ങുകയാണ് നമുക്ക്.
ഈ നാമബീജം ഉള്ളിൽ നട്ടു നനച്ചു വളർത്തി അത് വൃക്ഷമായി വന്നു കഴിയുമ്പോൾ, വളർന്നു കഴിയുമ്പോൾ ഒരു മരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ലഭിക്കാൻ തുടങ്ങും. എന്താണ് ആ ഗുണങ്ങൾ? അത് ആ മരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സാധാരണ ഒരു മരത്തെക്കുറിച്ച് മാത്രം നമ്മൾ കാണുന്ന ഒരു മരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത് പ്രഥമമായി അത് ചെയ്യുന്ന ഒരു കാര്യം, അതൊരു തണൽ വിരിക്കും. എന്തായാലും ഒരു മഹാവൃക്ഷത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലൊന്നാണ് അതൊരു നല്ല തണൽ നൽകും നമുക്ക്. പിന്നെ മധുരമായ ഫലങ്ങളുള്ള മരങ്ങളാണെങ്കിൽ അതിൻ്റെ മധുരമായ ഫലം തരും. മാത്രമല്ല ആ മരത്തിൽ ധാരാളം കിളികളും മറ്റും വന്നിരിക്കും. ആ കിളികൾക്കെല്ലാം ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ആ കിളികളുടെ എല്ലാം ഒരു ആശ്രയ സ്ഥാനമായി ഈ മരം മാറും. പിന്നെയോ ഈ മരത്തിൻ്റെ ഇലകളിൽ നിന്നാണ് ജീവവായു പ്രകൃതിയിലേക്ക് പ്രവഹിക്കുന്നത്. അപ്പോഴെന്ത് പറ്റും? മലിനീകരണം തടയും. വായുവിലുള്ള മലിനീകരണം തടയും. പിന്നൊന്നോ, വേരുകൾ ഉറച്ച് ബലിഷ്ഠവാനായി ദീർഘകാലം നിലനിൽക്കാനുള്ള ശക്തി ഈ മരത്തിനുണ്ട്. ഒരുപക്ഷെ ജന്മാന്തരങ്ങളായി നിലനിൽക്കുന്നതായിരിക്കും ആ മരം. ഇതാണ് നമ്മുടെ ഉള്ളിൽ നട്ടു വളർത്തുന്ന നാമബീജത്തിൻ്റെയും അവസ്ഥ. ഈ പറഞ്ഞ ഘടനയിലൂടെ എല്ലാം നാമബീജം വളർന്ന് ഈ ഘടനയിലൂടെ എല്ലാം ആ നാമബീജവും പോകും. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള നാമബീജവും ഇങ്ങനെ മനുഷ്യ ജന്മത്തെ സഫലമാക്കിക്കൊണ്ടിരിക്കും. കാരണം ആ നാമബീജം നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ സ്വാഭാവികമായി മാത്രമല്ല, ആ നാമബീജം വളർന്ന് നമ്മുടെ ഉള്ളിൽ നാമബീജം വളരുമ്പോൾ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിനാകമാനം അതിൻ്റെ ഒരു ഗുണം കിട്ടുകയാണ്. തണൽ പോലെ, ഒരു വൃക്ഷത്തിൻ്റെ തണൽ പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ നാമബീജം ഈ സമൂഹത്തിന് മുഴുവനായിട്ട് ഒരു തണൽ നൽകിക്കൊണ്ടിരിക്കുക, ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണ് ആ മരത്തിന് സംഭവിച്ചത്? നമ്മൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ ശ്രമം കൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിന് മധുരമായ ഫലങ്ങൾ കിട്ടുന്നു. അത് നൽകാൻ നമ്മൾ പര്യാപ്തമാവുകയാണ്. നമ്മുടെ ശ്രമം കൊണ്ട് ഈ സമൂഹത്തിന് മധുരമായ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കിട്ടുന്നു എന്നർത്ഥം. പിന്നെയോ നമ്മുടെ ഈ ജീവിത ശൈലി കൊണ്ട് മറ്റനേകം പേർക്ക് ആശ്രയമാകുന്നു. മറ്റനേകം പേർ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ മാത്രമല്ല സുരക്ഷ പ്രാപിക്കുന്നത്. കിളികൾക്ക് ഈ മരം മുഴുവൻ, ലോകത്തുള്ള എല്ലാ കിളികൾക്കും ഒരു അഭയസ്ഥാനമാകുന്നത് പോലെ, അത് ഇന്ന കിളികൾ എന്നൊന്നുമില്ല, ഏത് തരം കിളിക്കും, ചെറിയ അടയ്ക്കാക്കുരുവിയാണെങ്കിലും കാക്കയാണെങ്കിലും മൂങ്ങയാണെങ്കിലും ഏത് തരം കിളികൾക്കും ഏത് തരം ജീവജാലങ്ങൾക്കും, പുഴുക്കൾ വരെ എല്ലാ ജീവജാലങ്ങൾക്കും ഇതിനകത്ത് ഈ മരത്തിൻ്റെ ചുവട്, എറുമ്പ് ഒക്കെ ഉൾപ്പെടെ, ഈ പല്ലി, ഏതൊക്കെ ജീവനല്ല, എല്ലാ ജീവനും ആശ്രയമായി തീരുന്ന ഒരു മരമാണ് വരുന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും വരുന്നത്. ഈ ലോകത്ത് ചുറ്റുപാടുള്ള എല്ലാത്തിനും ഒരു ആശ്രയമാകുന്ന തരത്തിൽ നമ്മുടെ നാമബീജമാണ് വളർന്ന് അത് ഈ ലോകത്തിന് ഉപകാരപ്രദമാകുന്നത്. പിന്നെയോ ഈ നമ്മുടെ നാമജപം കൊണ്ട് ആ നാമബീജം വളർന്ന്, ആ നാമബീജം വളരുക എന്ന് പറഞ്ഞാൽ നാമജപത്തിലൂടെയാണ് അത് വളരുന്നത്. ആ നാമബീജം വളരുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ വിമലീകരിക്കപ്പെടും, പരിശുദ്ധമാക്കും നമ്മുടെ ചുറ്റുപാടുകളെ, നല്ല അന്തരീക്ഷം സൃഷ്ടിക്കും. വിഷലിപ്തമായൊരു അന്തരീക്ഷം അല്ലാത്ത വിധം നല്ല അന്തരീക്ഷം സൃഷ്ടിക്കും. പിന്നൊന്ന്, വളരെ ഉറച്ച വേരുകൾ പോലെയാണ് നമ്മുടെ ജന്മം തന്നെ ഉറച്ച വേരുകൾ ഉള്ള ഒരു വലിയ മഹാവൃക്ഷം പോലെയാണ്. കാരണം അത് നമ്മുടെ കാലം മാത്രമല്ല, നമ്മുടെ പരമ്പരകൾക്ക് കൂടെ അത് വലിയ സഹായകമായി മാറുകയാണ്. ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് വരുന്ന തലമുറ കൂടിയാണ്. അപ്പോൾ ആ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ പോലെയാണത്. ആ കുടുംബനാഥൻ ഓർക്കുന്നത് ആ കുടുംബനാഥൻ്റെ പേരിലായിരിക്കും, ആ കുടുംബത്തെ. അപ്പോൾ വരും തലമുറകൾ വരെ ഓർമ്മിക്കപ്പെടുന്ന തരത്തിലാണ് ആ കുടുംബത്തെ ആ കുടുംബനാഥൻ സൃഷ്ടിച്ചെടുക്കുന്നത്.
അതാണ് ആ മരത്തിൻ്റെ വേരുകൾ പോലെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നാമബീജത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ നാമബീജത്തെ വളർത്തണമെങ്കിൽ വെറുതെ ഒന്നും പറ്റില്ല, നല്ലപോലെ പരിശ്രമിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. നല്ലോണം പണിയെടുക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞ വാക്ക്. ഒരു വിത്തിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു വിത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്, അതെല്ലാം ആ നടപടിക്രമങ്ങളെല്ലാം ഈ നാമബീജത്തെ വളർത്താനും പര്യാപ്തമാണ്, അല്ലെങ്കിൽ അതിന് തയ്യാറാകണം. അതായത് വിത്ത് മുളയ്ക്കുന്ന നിലം അത് പാകപ്പെടണം, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഈ നാമബീജം വളരാൻ നമ്മുടെ അന്തരംഗം പാകപ്പെടണം നല്ല രീതിയിൽ. പിന്നെയോ മുള പൊട്ടിയാൽ, ആ ബീജം മുള പൊട്ടിക്കഴിഞ്ഞാൽ, സാധാരണ ഒരു വിത്ത് മുള പൊട്ടിയാൽ ചിലപ്പോൾ ചവിട്ടി മെതിക്കപ്പെടും, അറിയില്ല. അത് കാരണം മണ്ണിൽ വളർന്നു നിൽക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അറിയാതെ കാലികളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വന്ന് നമ്മൾ തന്നെയോ ചവിട്ടി മെതിച്ചെന്ന് വരാം, അറിയാതെ. അപ്പം അങ്ങനെ ചവിട്ടി മെതിക്കപ്പെടാതെ, അതേപോലെ തന്നെ സൂര്യതാപം ഏൽക്കാൻ പറ്റില്ല. ആ ചെറിയ മുള പൊട്ടുമ്പോൾ അതിന് ശക്തമായ സൂര്യതാപം ഏൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില മറകളൊക്കെ കൊടുക്കണം. പിന്നെ ആടുമാടുകൾ വന്ന് തിന്നാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതില്ലാതെ നോക്കണം. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാണ്ട് വരുമ്പോൾ വേലി കെട്ടേണ്ടി വരും. അപ്പം നമ്മുടെ നാമബീജം നമ്മുടെ ഉള്ളിൽ വളർന്ന് വരണമെങ്കിൽ നമ്മൾ ഈ പരിഗണനയെല്ലാം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നൽകണം. അതായത് നമ്മൾ വേലി കെട്ടണം. എന്തിനാണ്? നമ്മൾ അനാവശ്യമായ രീതിയിൽ വ്യതിചലിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ ഉള്ളിലുള്ള ഈ ബീജത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ഒരു സ്വയം സുരക്ഷാ വലയം എപ്പോഴും ഉള്ളിൽ സൃഷ്ടിക്കണം. പിന്നെ ആവശ്യ സമയത്ത് ആവശ്യമായ തോതിൽ വളവും വെള്ളവും ചേർക്കണം. അത് കൃത്യമായി ആ നാമജപത്തോടൊപ്പം കൊടുത്തുകൊണ്ട്, കാര്യം അതിനനുസരിച്ചുള്ള ഇൻപുട്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് അതിനനുസരിച്ചുള്ള ഇൻപുട്സ് നമ്മൾ കൊടുക്കണം. ഈ നാമബീജം വളരാൻ എന്തെല്ലാമാണോ ഇൻപുട്സ് ആവശ്യം, സത്സംഗം ആവശ്യം, ക്ഷേത്ര ദർശനം ആവശ്യം, ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ആവശ്യം, മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ആവശ്യം, അങ്ങനെ ഇൻപുട്സ് കൊടുത്താണ് നമ്മൾ ഈ നാമബീജത്തെ വളർത്തേണ്ടത്. അത് നിത്യവും ശ്രദ്ധിക്കണം. അത് ഇല്ലെങ്കിലോ ഈ മരത്തിലൊക്കെ ഇത്തിൾ കയറുന്ന പോലെ ആയിപ്പോവും. നമ്മൾ അശ്രദ്ധമായി പോയാൽ ഈ നാമബീജം ഉള്ളിൽ വളർന്നു വരുമ്പോൾ അതിൽ ഇത്തിൾ കയറി അത് നശിപ്പിച്ചു കളയും. അതിപ്പോൾ എത്ര വലിയ നാമബീജം വളർന്ന് വലിയ വൃക്ഷമായി മാറിയാലും ഈ ഇത്തിൾ വരാൻ പെട്ടെന്ന് അവസാന കാലത്ത് വഴിതെറ്റിപ്പോകാനൊക്കെ വളരെ എളുപ്പം. അതാണ് ആ ഇത്തിളിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന് ഇത്തിൾ കയറാതെ സംരക്ഷിക്കണം. അതിന് നിത്യവും ശ്രദ്ധ വേണം. ഇത്രയും ജോലി ചെയ്താലേ നാമബീജത്തെ നിലനിർത്താൻ പറ്റൂ. അതാണ് ഭഗവാൻ പറഞ്ഞത്, നല്ല പരിശ്രമം വേണം. നല്ല പരിശ്രമം ഉണ്ടെങ്കിലേ നാമബീജത്തിനെ ഉള്ളിൽ നിലനിർത്താൻ പറ്റുള്ളൂ. എങ്കിലേ അത് നമുക്ക് ഫലം തരുള്ളൂ പിന്നീട്. അതാണ് ഭഗവാൻ, ആ കൃത്യമായ വാക്കാണ് ഭഗവാൻ പറഞ്ഞത്, നാമബീജത്തിന് വേണ്ടി കൃത്യമായി നമ്മൾ പണിയെടുക്കണം. ഇനി മറ്റൊന്ന് നോക്കിയാലോ. ഒരു വിത്ത് എന്നാൽ എത്ര ലോലമായ വസ്തുവാണ്. അതായത് നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു നാമബീജം എന്ന് പറയുന്നത്, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ ലോലമായൊരവസ്ഥയാണ്. അത് അത്രയ്ക്ക് മൃദുലമാണ്. ഒന്ന് ഞെരടിപ്പോയാൽ അത് എന്നേക്കുമായി നശിച്ചു പോകും. നോക്കൂ, അത്രയും മൃദുലമായ ഒരു ബീജം, ഒരു വിത്ത്, സാധാരണ ഒരു വിത്തായി എടുക്കാം. അതായത് വൃക്ഷത്തിൻ്റെ വിത്ത് തന്നെ എടുക്കാം. നമ്മുടെ പ്രാപഞ്ചിക ഇതനുസരിച്ച് എടുക്കാം. ഒരു വിത്തിനെ തന്നെ എടുക്കാം. ഒരു വിത്ത് വളരെ മൃദുലമാണ്. ആ വിത്തിൻ്റെ മുകുളം എന്ന് പറയുന്നത്, അതിൻ്റെ വളർന്നു വരുന്ന പൊടിപ്പെന്ന് പറയുന്നത് വളരെ മൃദുലമാണ് ഒരു വിത്തിൻ്റെ. പക്ഷേ എത്ര കടുപ്പമുള്ള മണ്ണിനകത്താണെങ്കിൽ പോലും ഈ മൃദുലമായ വിത്ത് ആ മണ്ണിനെ വകഞ്ഞു മാറ്റും. എത്ര കടുത്ത മണ്ണാണെങ്കിൽ പോലും ആ മണ്ണിനെ അത് പൊട്ടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ വിത്തിന് അതിനുള്ള ശക്തി ഉണ്ടോ നമ്മൾ അത്ഭുതപ്പെടും. കാര്യം നമ്മുടെ വിരൽ കൊണ്ടൊന്ന് ഞെരടിയാൽ മതി അത് നശിച്ചു പോകാൻ. അത്ര
അത്രയ്ക്ക് ലോലമാണ് ആ വിത്ത്. എന്നിട്ട് ആ വിത്തിന് നമ്മുടെ ഈ ഭൂമിയുടെ പ്രതലത്തിലെ ആ മണ്ണിനെ വിണ്ട് പുറത്തേക്ക് വരാനുള്ള ശക്തി എവിടുന്നാണ് കിട്ടിയത്? ഒരു മണ്ണിനെ ആകെ വകഞ്ഞു മാറ്റാൻ ഈ ലോലമായ ഈ വളരെ ടെൻഡറായിട്ടുള്ള ഇതിൻ്റെ ഈ എഡ്ജിന് എങ്ങനെയാണ് ഒരു കാര്യം തൂമ്പ വെട്ടിയാൽ മുറിയാത്ത മണ്ണാണത്. തൂമ്പയ്ക്ക് വെട്ടിയാൽ മുറിയില്ല. അത്രയ്ക്ക് കടുത്ത മണ്ണിൽ പോലും ലോലമായ ഒരു വിത്ത് ആ മണ്ണിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരാൻ തക്ക ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ വിത്തിനകത്ത് മഹാവൃക്ഷത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത് കാണുമ്പോൾ വളരെ ലോലമായൊരു വൃക്ഷമായി ഒരു വിത്തായിരിക്കാം. പക്ഷെ ആ വിത്തിനുള്ളിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ കട്ടിയുള്ള മൺപ്രതലത്തെ വിണ്ടു കീറിക്കൊണ്ട് ഈ വിത്തിന് പുറത്തേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ നാമബീജത്തിൻ്റെ കാര്യം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നാമബീജം വളരെ വളരെ ലോലമാണ്. പക്ഷെ ഈശ്വരനാകുന്ന ഒരു മഹാവൃക്ഷത്തിൻ്റെ ശക്തി, ഒരു പ്രപഞ്ച ശക്തി മുഴുവനും ഉൾക്കൊള്ളുന്ന, ആ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ മുഴുവനും ഉൾക്കൊള്ളുന്ന ആ ഈശ്വരീയമായ അവസ്ഥയുടെ മുഴുവൻ ഇതും ഉൾക്കൊള്ളുന്നതാണ് ഒരു ചെറിയ നാമബീജം. അർജുനന് മുന്നിൽ കാട്ടിക്കൊടുത്ത ആ വിശ്വരൂപ സമാനമായ ആ വിശ്വരൂപത്തിൻ്റെ, സമാനമെന്നല്ല, ആ വിശ്വരൂപം മുഴുവനും ഉൾപ്പെട്ടതാണ് ഒരു ചെറിയ നാമജപത്തിനുള്ളിൽ, ഒരു നാമബീജത്തിനുള്ളിൽ. അപ്പം ആ വിശ്വരൂപത്തിൻ്റെ ശക്തി മുഴുവനും ഈ നാമബീജത്തിനകത്തുണ്ട്. അതാണ് നമ്മുടെ ഉള്ളിൽ ആദ്യം മുളപൊട്ടുന്നത്. സ്വാഭാവികമായി അതിന് പടർന്ന് പന്തലിക്കാനുള്ള ശക്തി ഉണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ കൂടെ അതിനകത്ത് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞതാണ് മുൻ പറഞ്ഞ ഘടനകളെല്ലാം കയറി വരുന്നത്. അപ്പം പ്രപഞ്ച സൃഷ്ടാവായ മഹാ ഈശ്വരൻ്റെ ചൈതന്യം മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഒരു നാമബീജമായി ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഭഗവാൻ പറയുന്നത് സദാ നേരം മനസ്സ് ഈശ്വരനിൽ തന്നെ നിർത്തണം. എന്നിട്ടാണ് ഈ വാക്ക് പറഞ്ഞത്. ആദ്യമൊക്കെ കുറേ പണിയെടുക്കേണ്ടി വരും. കാര്യം ഈ നാമം ബീജത്തെ നിലനിർത്താൻ, സദാ മനസ്സ് ഈശ്വരനിൽ നിലനിർത്താൻ, ഈ നാമത്തിൽ നിലനിർത്താൻ ശരിക്കും പണിയെടുക്കേണ്ടി വരും. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ വളരെ വളരെ രസകരമായൊരു വാക്കാണ്. അതിനുശേഷം നമുക്ക് പെൻഷൻ അനുഭവിക്കാം, റിട്ടയർമെൻറ്റ്. അതിൽ പല ഒരു വാക്ക് വേറെ ഉണ്ട്. അതിനുശേഷം പെൻഷൻ പെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വൈകാരികത മുഴുവൻ മനസ്സിലായി. എന്താണ്? കഴിഞ്ഞ 10, 30, 40 കൊല്ലം നമ്മൾ പലതരത്തിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരു കുടുംബം മുഴുവൻ വളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ഘടനയിലാണ് നമ്മൾ ഒന്ന് ആശ്വാസപൂർവ്വം നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അത്രയും പണിയെടുക്കണം നാമജപത്തിന് വേണ്ടി, നാമബീജത്തിന് വേണ്ടി. അങ്ങനെ നാമബീജത്തിന് വേണ്ടി പണിയെടുത്ത് അതിനെ ഈ ഫലപ്രാപ്തിയിൽ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെൻഷൻ പിന്നെ നമ്മൾ നാമം ജപിക്കുക. അതാണ് വചനാമൃതത്തിൻ്റെ അധ്യായത്തിൻ്റെ ആദ്യ പേജിൽ പറഞ്ഞത്. പിന്നെ സന്ധ്യാനാമം ഒന്നും വേണ്ട, ഗായത്രി ഒന്നും വേണ്ട, പിന്നെ വെറുതെ ഇരുന്നാൽ മതി. കാര്യം എന്താ? മരം വളർന്നു കഴിഞ്ഞ് പന്തലിച്ച് ഫലപ്രാപ്തി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല, വെറുതെ ഇരുന്നാൽ മതി അതിൻ്റെ ചുവട്ടിൽ. പിന്നെ നമ്മുടെ ആവശ്യമില്ല, നമ്മുടെ ഫിസിക്കലി നമ്മുടെ ഒരാവശ്യവും അതിനില്ല. കാരണം ആ മരം പിന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആരെങ്കിലും അത് വെട്ടിക്കളയുന്നത് വരെ അത് ആ ചുറ്റുപാടുകൾക്ക് വേണ്ടി നിലനിന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നാമജപം. പിന്നെ നമുക്ക് വെറുതെ ഇരുന്നാൽ മതി, മറ്റൊന്നും ചെയ്യണ്ട. ഭഗവാൻ അതാണ് പറഞ്ഞത്. പിന്നെ പെൻഷൻ അനുഭവിച്ചോ നിങ്ങൾ. ഇതാണ് ആധാർ സെന്നിന് ഭഗവാൻ ഉപദേശിക്കുന്നത് ഈ ഭാഗത്ത് 7-ാം അധ്യായത്തിൽ. 7-ാം അധ്യായം മുഴുവൻ അങ്ങനെയുള്ള ഒരു ഘടനയിലേക്കാണ് പോകുന്നത്.
പിന്നീട് അധരൻ്റെ ജീവിതത്തിൽ ശേഷിച്ച 1.5 വർഷം സംഭവിച്ചത് എന്താണ്? ഈ ഒരു ഉപദേശത്തിന് ശേഷം പിന്നീട് അധരൻ്റെ ജീവിതത്തിൽ 1.5 വർഷം ശേഷിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിലും നാമബീജം പരിപാലിക്കപ്പെടണം, അതിന് സമയം മാറ്റി വെക്കണം. അധരൻ ഇടയ്ക്ക് കുറേ നാൾ വരാതിരുന്നു. അതിന് പറഞ്ഞ ന്യായം ജോലി തിരക്കാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് അധരൻ ഈ ഉപദേശമെല്ലാം കേട്ടെങ്കിൽ പോലും അധരൻ തുടർച്ചയായി വരാൻ സാധ്യമായിരുന്നില്ല ആദ്യം ഒക്കെ. അതിന് പറഞ്ഞ ഒരു ഒഴിവ് ജോലി തിരക്ക് കൊണ്ട് വരാൻ പറ്റിയില്ല എന്നാണ്. അപ്പം ഭഗവാൻ പറഞ്ഞത്, നോക്കൂ, നീ പറയുന്ന നിൻ്റെ ഓഫീസിൽ നടക്കുന്ന മീറ്റിംഗ്, നിൻ്റെ ഓഫീസ് തന്നെ എല്ലാം വെറും അനിത്യമാണ്. ഈ ശരീരം പോലും അനിത്യമാണ്. നിനക്ക് ഉണ്ട് എന്ന് നീ പറയുന്നതിന് മുമ്പ് അതില്ലാതാവും. ശരീരം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്നതിന് മുമ്പ് തന്നെ അതില്ലാതായി പോകും. അതാണ് ഏതാനും നാൾ കഴിഞ്ഞ് അധരന് സംഭവിച്ചത്. അധരൻ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 30ാമത്തെ വയസ്സിൽ ആ ജീവൻ പൊലിഞ്ഞുപോയി. ഈ ഭഗവാനെ കാണാൻ വരുമ്പോൾ അധരൻ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റാണ്. അപ്പോൾ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോൾ അങ്ങേർക്ക് കിട്ടുന്ന ശമ്പളം 300 രൂപയാണ്. അപ്പോൾ കൽക്കത്ത മുനിസിപ്പാലിറ്റിയിൽ ഉപാധ്യക്ഷൻ്റെ ഒരു ഒഴിവ് വന്നു ഈ സന്ദർഭത്തിൽ. കൽക്കട്ട മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷൻ, നമ്മളിപ്പോൾ കാണുന്ന പോലെ മുനിസിപ്പൽ ഇലക്ഷനിൽ കൂടെ കയറുന്ന കലാപരിപാടിയല്ല. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ നൽകുന്ന ഒരു പോസ്റ്റാണ്, മേയർ എന്നൊക്കെ പറയുന്ന പോലെ. ഉപാധ്യക്ഷൻ മേയറുടെ സ്ഥാനമാണത്. അത് ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള ഗവൺമെൻറ് നൽകുന്ന ഒരു സ്ഥാനമാണത്. അപ്പോൾ ആ മേയർ സ്ഥാനം കിട്ടുകയാണെങ്കിലുള്ള ലാഭം എന്താ വെച്ചാൽ, ഇപ്പം കിട്ടുന്ന 300 രൂപയാണെങ്കിൽ ആ മേയർ സ്ഥാനം കിട്ടുകയാണെങ്കിൽ അത് 1000 രൂപയായിട്ട് വർദ്ധിക്കും. നമുക്ക് 300 രൂപയിൽ നിന്ന് 1000 രൂപയാണ് വർദ്ധിക്കുന്നത്. ഏതാണ്ട് 3 ഇരട്ടി വർധനവാണ് അപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആരെങ്കിലും അത് വേണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അധരനും അത് കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അതിന് അപേക്ഷയൊക്കെ കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭാഷണം. പക്ഷെ ഭഗവാൻ പറഞ്ഞത്, നിനക്ക് ഇപ്പോഴുള്ള ഈ ജോലി മതി. കാരണം ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ ആ ഉപാധ്യക്ഷൻ്റെ ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനം വഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഉള്ളിലെ നാമബീജം വളർന്നു വരുന്നതേ ഉള്ളൂ. അതിനെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത്. പുതിയ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും നീ ഇപ്പം തന്നെ ഈ ഒരു 300 രൂപയുടെ ഈ ജോലിക്ക് തന്നെ തിരക്കായതുകൊണ്ട് നിനക്ക് ഇതൊന്നും സാധ്യമാകുന്നില്ല. അപ്പോൾ പിന്നെ 1000 രൂപയുടെ ജോലി കൂടെ കിട്ടിയാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് നിലനിർത്താനായിട്ടുള്ളൊരു ആയുസ് നിനക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പോട്ടെ, അത് ആയുസ്സുള്ളതെങ്കിൽ അതൊരു ഫലപ്രാപ്തി. അതുമില്ല. ആ ശമ്പളം വാങ്ങാനുള്ള സമയം പോലും ഇയാളുടെ ജീവിതത്തിലില്ല. അതിനു മുമ്പേ പോവും. ശമ്പളത്തിന് പുതിയ നിയമനം കിട്ടി, അതിൻ്റെ പേപ്പറുകളൊക്കെ ഒന്ന് ശരിയായി വന്ന് ശമ്പളമൊക്കെ ഒന്ന് സാങ്ഷനായി ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ ഓർഡർ വരുമ്പോഴേക്കും ഈ ആളില്ലാതാവും. അതാ ഭഗവാൻ മുന്നിൽ കണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഈ 300 രൂപയുടെ ജോലി ചെയ്താൽ മതി, 1000 രൂപയുടെ ജോലി നോക്കണ്ടാന്ന്. ഇതിനിടയിൽ ഹസ്ര ഭഗവാനെ നിർബന്ധിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അധരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കാളിമാതാവിനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അധരനോട് ഹസ്ര ഭഗവാനോട് നിർബന്ധിക്കുന്നുണ്ട്. അയാൾക്കത് കിട്ടിയെങ്കിൽ നന്നായിരുന്നു, എന്തെങ്കിലും രീതി സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ശ്രീരാമകൃഷ്ണദേവനോട് ഈ ശുപാർശ ഹസ്ര നടത്തിയത്, ഹസ്രയ്ക്ക് 1000 രൂപയുടെ കടമുണ്ട്. അപ്പോൾ ഹസ്രയ്ക്ക് 1000 രൂപയുടെ കടമുള്ളത് കൊണ്ട് ഇയാൾക്ക് ഈ ശമ്പളം കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടുകയാണെങ്കിൽ ഹസ്രയുടെ കടം വീട്ടാമായിരുന്നു. അതാണ് ഹസ്രയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 1000 രൂപയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഹസ്ര പറയാൻ കാരണം. നോക്കൂ, നമ്മുടെ ഒരു താല്പര്യങ്ങളെ നമ്മൾ എന്തിനാണ് ഈ സമ്പത്തിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു താല്പര്യം വരുന്നതിൻ്റെ കാര്യം. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പുറത്ത് ഒരു കർട്ടനപ്പുറത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാലം പിൻവലിക്കാനായിട്ട് ചരട് വലിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അത് ഭഗവാൻ അറിയാം. കാരണം ഈ ശമ്പളം വാങ്ങാൻ പോലും ഇയാൾ ഉണ്ടാകില്ല. മാത്രമല്ല പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തത്രപ്പാടുകളിൽപ്പെട്ട് ഇയാൾ ഇനി ഒരിക്കൽ പോലും ഈശ്വരനാമം ജപിക്കാൻ ഇയാൾക്ക് കഴിയും. ഇയാളുടെ നാമബീജം അത് ആടുമാടുകൾ തിന്നോ ചവിട്ടി തേഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും. പക്ഷേ ഇത് അധരൻ ആ ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ നാമബീജത്തെ സംരക്ഷിച്ച് നിർത്തി എന്നാണ് പിന്നീട് നമ്മൾ ആ കഥ
ആ കഥയിലൂടെ പോകുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം രാത്രി വൈകിയാൽ പോലും ദിവസവും ദക്ഷിണേശ്വരത്ത് വരും, വന്നിട്ടേ തിരിച്ച് വീട്ടിൽ പോയി ഉറങ്ങുകയുള്ളൂ. പലപ്പോഴും വീട്ടിലല്ല ഉറങ്ങുന്നത്, രാത്രി വളരെ വൈകി ജോലി കഴിഞ്ഞ് വൈകി വരുമ്പോൾ രാത്രി എന്നിട്ട് ഇങ്ങോട്ട് കുതിരവണ്ടി പിടിച്ച് അയാൾ വരും. എന്നിട്ട് രാത്രി 12 മണി എല്ലാവരും ഉറക്കമായിരിക്കും, ഭഗവാൻ ഉറങ്ങുന്നില്ല, ബാക്കി എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. ആ ഉറക്കമുള്ള ആ അർദ്ധരാത്രി സമയങ്ങളിൽ അധരൻ വന്നിട്ട് ആ പടിഞ്ഞാറ് വശത്തെ വരാന്തയിൽ ചിലപ്പോൾ കിടന്ന് അവിടെ ആ തറയിൽ കിടന്ന് ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെയാണ് എണീറ്റ് പോകുന്നത് വീണ്ടും ജോലിക്ക്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ നാമബീജം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു, അപ്പോഴേക്കും അത് വളർന്നു തുടങ്ങിയിരുന്നു. ആ ജീവന് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ സാഹചര്യം ചുരുങ്ങിയ കാലം കൊണ്ട് ലഭ്യമായി. അത് ആയുസ്സിൻ്റെ ദൈർഘ്യവുമായിട്ടൊരു ബന്ധമില്ല. അതാണ് നമ്മൾ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ആയുസ്സിൻ്റെ ദൈർഘ്യം വച്ചിട്ടല്ല ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നത്. അധരന് 30 വയസ്സായപ്പോൾ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് ഭഗവാൻ ആ ഉള്ളിലെ നാമബീജത്തെ പരിപോഷിപ്പിക്കാൻ അധരനെ പ്രേരിപ്പിക്കാനുള്ള അത് കാരണം. അതിനു മുമ്പ് തന്നെ ഭഗവാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം കൂടെ അധരന് വേണ്ടി ചെയ്തു. മന്ത്രദീക്ഷ വരെ നൽകി. മന്ത്രദീക്ഷ വരെ നൽകി. അതൊരു എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ ചെയ്തത്. ഇതാണ് ഒരു നാമബീജത്തെ നമ്മുടെ ഉള്ളിൽ വളർത്തുന്നതിന് വേണ്ടി ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. എത്ര ശ്രമകരമായിട്ടാണ് ഭഗവാൻ ഓരോന്ന് ചെയ്യുന്നത്. അതാണ് ഇത്. നമ്മളോടാണ് പണിയെടുക്കാൻ പറയുന്നതെങ്കിലും പണി മുഴുവൻ എടുക്കുന്ന ഈശ്വരനാണ്. നമ്മുടെ കാര്യത്തിലും അതാണ്, ഈശ്വരനാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ യാദൃച്ഛികമായി നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ ഈശ്വരനുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മെ കൊണ്ട് എത്തിക്കുന്നതെല്ലാം ഈശ്വരൻ തന്നെയാണ്. അതാണ് ഈശ്വരൻ്റെ പണി. യഥാർത്ഥ സ്ഥാനങ്ങളിൽ, യഥാർത്ഥ സഖ്യത്തിൽ, യഥാർത്ഥ സത്സംഗങ്ങളിലേക്ക് നമ്മെ കൊണ്ട് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ. എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ ഈ ഈശ്വരോന്മുഖമായ അവസ്ഥയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം അത് ആസ്വദിക്കുന്നത്. ഈ ഫലം, ആ വടവൃക്ഷത്തിൻ്റെ ബീജഫലത്തിൻ്റെ വടവൃക്ഷത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഫലത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ശേഷിക്കുന്ന ആ പെൻഷൻ കാലം. അതാണ് ഭഗവാന്റെ വാക്ക് തന്നെ ഉപയോഗിക്കുക, ആ പെൻഷൻ കാലം. അങ്ങനെ ഒരു പെൻഷൻ കാലം കിട്ടുന്ന നമ്മളെല്ലാവരും അത്രമേൽ സുഹൃതം ചെയ്തവരായിരിക്കണം. അതാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ അധാർസനുമായിട്ടുള്ള ഈ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ഭാഗമാണ്. അടുത്ത സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അത് നമുക്കിനി അടുത്ത തവണ അത് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. പെൻഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം. അല്ല, അതില്ലാതെ എത്ര പേരാണ് വാർദ്ധക്യകാലത്ത് കഷ്ടപ്പെടുന്നതെന്നുള്ളത് നമ്മളെ ചുറ്റും എത്ര പേരാണെന്നറിയാം. നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക, ദുഃഖം മാത്രം. പെൻഷൻ കിട്ടുന്നില്ല. കാര്യം നാമബീജം ആദ്യമേ ചവിട്ടി കുഴച്ച് കളഞ്ഞു, പിന്നെ പെൻഷൻ കിട്ടുന്നത് എങ്ങനെ? കിട്ടും. നമ്മളാ ഈ നാമബീജത്തെ സംരക്ഷിച്ചാൽ മാത്രം മതി. ശാരദാദേവി പറഞ്ഞ പോലെയാണത്. നാവിൽ നിന്ന് നാമം പിൻവലിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സദാ ഭഗവത് സ്മരണ. അതെ 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 അതെ. നാമജപം തന്നെയാണ് പ്രധാനം. അതെ അതെ അതെ, നാമം ജപിക്കാം. സ്ഥാപകായ ച ധർമ്മ